അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചേമ്പ് മോരൊഴിച്ച് കറിയാണ്. ചേമ്പ് പണ്ടൊക്കെ ഒരുപാട് വീടുകളിൽ, എല്ലാ വീടുകളിലും സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് ചേമ്പ്. ഇന്ന് നമ്മൾ പൈസ കൊടുത്ത് അത് വാങ്ങിക്കുന്നത്. അതുപോട്ടെ, നമുക്ക് ചേമ്പ് കഴുകി വൃത്തിയാക്കി ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചു. അതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് സവാളയും പച്ചമുളകുമാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ തൈര് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ തൈര്, ചെറിയ പുളിയുള്ള തൈര്, പിന്നെ നമുക്ക് ഈ സവാളയും പച്ചമുളകും ഇതിനകത്തോട്ട് ചേർക്കാം. ഇപ്പോൾ സവാളയും പച്ചമുളകും ചേർത്തു. ഇനി നമുക്കിത് ഇതിനകത്തോട്ട് വേണ്ട പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, എനിക്കങ്ങനെ അളവ് പറയാനൊന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് അതൊക്കെ ഇടണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാനിവിടെ മുളക് പൊടി, ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2 സ്പൂൺ മുളക് പൊടി അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും പച്ചമുളകും സവാളയും ചേർത്ത് ഞാൻ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഗ്യാസ് ഓൺ ചെയ്യാം നമുക്ക്. അതിലേക്ക് വേണ്ട ഉപ്പ് നമ്മളിട്ട് കൊടുത്തു. ശേഷം നമ്മൾ അതിനകത്തോട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമ്മളതിനകത്ത് വെള്ളം ചേർത്തു. അത് ചേമ്പ് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ മോരുകറി എപ്പോഴും ഉണ്ടാക്കുക നല്ല തിക്കായിട്ട് കുറുകിയിരിക്കുന്ന പാകത്തിന്, കാളൻ പരുവത്തിനാണ്. ചിലരതിനെ കാളൻ എന്നും പറയും. ചേമ്പായതുകൊണ്ട് ഞങ്ങളതിനെ മോരുകറി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചേർത്തു. അത് മൂടി ഒന്ന് വേവിക്കാൻ വെച്ചു. 10 മിനിറ്റ് നമുക്ക് വേവിക്കാൻ മതി. നിങ്ങളോട് പറയാൻ മറന്നുപോയി, ഈ തേങ്ങ എങ്ങനെയാണ്, തേങ്ങയ്ക്കകത്ത് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ, തേങ്ങയ്ക്കകത്ത് നമ്മൾ ഈ പച്ചമുളക്, 1 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, 2-3 ഉള്ളി, ചുമന്നുള്ളി ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തു. ഈ അരച്ചെടുത്ത തേങ്ങയിലോട്ട് നമ്മൾ തൈര് ചേർക്കുകയാണ്. ആ തൈര് തന്നെ അതേ മിക്സിക്കകത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മളതിനകത്തിട്ട് ചേർത്തു. മിക്സ് ചെയ്ത് നമ്മളവിടെ വെച്ചു. നമ്മൾ ചേമ്പ് വെന്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചേർക്കണം. അപ്പോൾ ചേമ്പിൽ നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട്. പണ്ട് ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമുക്കതൊന്നും കിട്ടാനില്ല. കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണ് നമ്മുടെ ചേമ്പ് വെന്തിട്ടുണ്ട്. നമ്മൾ വെന്ത ചേമ്പിലേക്ക് ഈ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ജീരകം, പച്ചമുളക്, ചുമന്നുള്ളി, 1 വെളുത്തുള്ളി, പിന്നെ തൈരും ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം. ഇതിനകത്തോട്ട് ഒഴിച്ച് അത്യാവശ്യം ചെറുതായിട്ട് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന് തള വരരുത്. ഒത്തിരി തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ അരച്ച കറി പിരിഞ്ഞു പോകും. അത് കൊള്ളില്ല അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പതഞ്ഞു പോകും. അതൊന്ന് ജസ്റ്റ് പതയുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതി. അത് പതഞ്ഞതിന് ശേഷം നമ്മളിവിടെ താളിച്ചിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? ഉലുവയാണ് സാധാരണ മോരുകറിക്ക് താളിച്ചിടുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് താളിച്ച് ഇടാനായിട്ട് പോവുകയാണ്. താളിച്ചിടുന്നതിനകത്ത് തിള വന്നു എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. എനിക്ക് പല അബദ്ധങ്ങളും പറ്റാറുണ്ട്. എല്ലാവരും പെർഫെക്റ്റ് ആവില്ലല്ലോ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ. ചില തവണയൊക്കെ പാളിപ്പോകും, പക്ഷെ പിന്നെയും ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച്, നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് ഉലുവയിട്ട് പൊട്ടിച്ച് ചുമന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി. ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല. അതിനകത്തോട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, ജസ്റ്റ് ഒരിത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത്, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കറി തിള വന്നിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് ചുമന്ന മുളകും ഇട്ട് വേപ്പിലയിട്ട് നമ്മൾ താളിച്ചിട്ടതിന് ശേഷം ഒരു ശകലം മുളക് പൊടി ഒരു കളറിന് വേണ്ടി ഞാൻ ചേർത്തിട്ടുണ്ട്. ആ മുളക് പൊടി അതിനകത്ത് ചേർത്ത് നമ്മളതിനകത്ത്
ഒഴിക്കും. അമ്മു എപ്പോഴും പറയും, അമ്മു എൻ്റെ മോളാണ്, അപ്പോൾ അമ്മു എപ്പോഴും പറയും ദ മോസ്റ്റ് സാറ്റിസ്ഫൈഡ് പാർട്ട് എന്ന്. ഇത് ഒഴിക്കുമ്പോഴുള്ള ആ ഒരു സൗണ്ട് അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്. സത്യം പറഞ്ഞാൽ കുക്കിങ്ങിന് ഇഷ്ടമുള്ള എല്ലാവർക്കും ആ ഒരു സൗണ്ടും ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി മൂടി വെച്ചു. നമ്മളുടെ ചേമ്പ് മോര് ഒഴിച്ച് തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമുക്ക് 2 ദിവസം കലണ്ടറിൽ അത്തം കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ എന്നാണ് അത്തം ഇട്ടത്? ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. പലരും മുതിർന്നവരോട് ചോദിച്ചപ്പോൾ അവർ ഇന്നാണ് ഇടുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്തം പൂക്കളം ഇട്ടു. ഇന്ന് അമ്മുവാണ് ഇട്ടത്. അവൾക്ക് ഇന്ന് എക്സാം ഇല്ലാത്തത് കൊണ്ട് അവളാണ് ഇന്ന് ഇട്ടത്. അങ്ങനെ നമ്മുടെ ഉച്ചലത്തേക്കുള്ള ചോറ്, മോരുകറി, പിന്നെ നമ്മളുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഇത് മെഴുക്കുവരട്ടി അല്ല, ആക്ച്വലി ഫ്രൈ ആണ്. അമ്മുവിന് ഫ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം. ഫ്രൈ, പിന്നെ മുട്ടക്കറി, രാവിലത്തെ ഇടിയപ്പം, പിന്നെ സാലഡ്, വെജീസ്. ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാനും കഴിക്കാൻ പോവാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.